ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹോണ്ട ഡിയോ വണ്ടി നമ്മൾ വർക്കിന് ചെയ്തിട്ടുണ്ട്. ഡിയോ BS6 മോഡൽ വണ്ടിയാണ്. നമുക്ക് ജോക്കുകളിൽ പറഞ്ഞാൽ അവർക്ക് ജനറൽ സർവീസ്, എഞ്ചിൻ ഓയിൽ മാറണം, അതേപോലെ തന്നെ ബ്രേക്ക് ചെക്കപ്പ്, ഇതിനാണ് മെയിനായിട്ട് പറഞ്ഞാൽ അവർക്ക് കേട്ടോ. നമുക്കിപ്പോൾ നിലവിൽ വണ്ടി വർക്കിന് കയറിയേക്കുന്നത് 23,909 കിലോമീറ്ററിലാണ് നമ്മളിപ്പോൾ വർക്കിനായിട്ട് കയറ്റിയേക്കുന്നത്. സർവീസിൻ്റെ ഭാഗമായിട്ട് നമ്മൾ വണ്ടി ഓടിച്ചു നോക്കി വർക്കിന് കയറ്റിയിട്ടുണ്ട്. നമുക്കതിൻ്റെ ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം തുടങ്ങി നമ്മൾ ചെക്ക് ചെയ്യാനായിട്ട് അയച്ചിട്ടുണ്ട്. ജനറൽ സർവീസുമായി ബന്ധപ്പെട്ട് ബാക്ക് ബ്രേക്കിൻ്റെ ലൈനർ ചെക്ക് ചെയ്യാനും ബ്രേക്ക് ക്യാമൊക്കെ ഒന്ന് ഗ്രീസ് ചെയ്യാൻ വേണ്ടി കയറ്റിയതാണ്. അപ്പോൾ ബ്രേക്ക് ക്യാമൊക്കെ ഒന്ന് ചെറിയ ടൈറ്റ് ഉണ്ട്, അതൊന്ന് അയച്ച് ഗ്രീസ് ചെയ്തിടാം. ബ്രേക്ക് ലൈനർ അത്യാവശ്യം ഉണ്ട്, ഉപയോഗിക്കാനുണ്ട്. അപ്പോൾ നമുക്കൊന്ന് ക്ലീൻ ചെയ്തിട്ടാൽ മതി. അതേപോലെ ബാക്ക് വീല് പിടിപ്പിക്കുന്നത് ഈ ഒരു ഷാഫ്റ്റുമ്മയാണ്. അതിൻ്റെ ബെയറിങ്ങിൻ്റെ പ്ലേ ഒക്കെ നമ്മൾ ചെക്ക് ചെയ്തു, വേറെ കംപ്ലൈൻ്റ് ഒന്നുമില്ല. പിന്നെ അതേപോലെ ഗിയർ ബോക്സിനകത്ത് സെപ്പറേറ്റ് ഓയിലാണ് പറയുക. എഞ്ചിൻ ഓയിലും ഗിയർ ഓയിലും വേറെ വേറെയാണ്. അപ്പോൾ ഗിയർ ഓയിൽ നമ്മൾ നോക്കി നല്ല ഓയിലാണ്, അത്യാവശ്യം ലെവൽ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമ്മളതിൻ്റെ എയർ ഫിൽറ്ററിൻ്റെ ഭാഗം ചെക്ക് ചെയ്യാനായിട്ട് അഴിച്ചിട്ടുണ്ട്. എയർ ഫിൽറ്ററിൻ്റെ ഭാഗം അഴിക്കുമ്പോൾ മൊത്തം പൊടി കയറി ബ്ലോക്കാണ്, ഫുള്ള് ബ്ലോക്ക് ആയിരിക്കുകയുണ്ടോ. അപ്പോൾ എയർ ഫിൽറ്റർ മാറ്റേണ്ട ഒരു ടൈമാണ്. എയർ ഫിൽറ്ററും പ്ലഗും കൂടിയാണ് മാറ്റേണ്ടത്. അപ്പോൾ രണ്ടും കൂടിയിട്ട് സെറ്റായിട്ടാണ് മാറ്റേണ്ടത് നമുക്ക്. അത് ഡയറക്റ്റ് നമ്മുടെ വണ്ടിയുടെ മൈലേജിനൊക്കെ ബാധിക്കുന്ന ഒരു സംഭവമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എയർ ഫിൽറ്ററും പ്ലഗും മാറ്റേണ്ട ഒരു ടൈമാണ് കേട്ടോ. പിന്നെ നമ്മൾ ക്ലച്ചിൻ്റെ ഭാഗം അഴിച്ചിട്ടുണ്ട്. CVT ക്ലച്ചാണ്. നമ്മൾ ബെൽറ്റ് ഡ്രൈവാണ് നമ്മുടെ വണ്ടി. അപ്പോൾ മാനുവലായിട്ട് നമ്മൾ അഴിച്ച് ഗ്രീസിങ് നടത്തണം, അതിന് വേണ്ടിയിട്ട് അഴിച്ചതാണ്. അപ്പോൾ നമ്മളതിൻ്റെ ബെൽറ്റിൻ്റെ കണ്ടീഷനൊക്കെ നമ്മൾ നോക്കി. വണ്ടി വന്നപ്പോൾ ഉള്ള ബെൽറ്റാണ്, കമ്പനി ബെൽറ്റ് കിടക്കണേ, വേറെ ഡാമേജോ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ അതിൻ്റെ ക്ലച്ച് യൂണിറ്റൊക്കെ നമ്മൾ നോക്കുമ്പോൾ ക്ലച്ചിനകത്ത് അത്യാവശ്യം തുരുമ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ ഉള്ളിൽ, കണ്ടോ. അതുകൊണ്ടാണ് നമ്മൾ ഇടയ്ക്ക് അഴിച്ച് ഗ്രീസിങ് നടത്തണം എന്ന് പറയുന്നതിൻ്റെ കേസ്. അപ്പോൾ അത് നമ്മൾ കൂട്ടത്തിൽ കൂടെ അഴിച്ച് ഗ്രീസ് ചെയ്യുന്നുണ്ട്. ക്ലച്ചിൻ്റെ വേരിയേറ്റർ ബോഡി എന്ന് പറയുന്ന ഒരു യൂണിറ്റാണ്. വേരിയേറ്റർ ബോഡി, ബോസ് ഡ്രൈവ്, റോളർ, അതൊക്കെ തന്നെ ഒരു യൂണിറ്റാണ്. അതിനകത്ത് നോക്കുമ്പോൾ വേറെ ഭാഗങ്ങളിൽ വേറെ കംപ്ലൈൻ്റ് ഒന്നുമില്ല. ഈ ഒരു ബുഷ് നല്ല രീതിയിൽ ഓവലായി പോയിട്ടുണ്ട്. ഇതിൻ്റെ പീസ് സെറ്റ് സ്ലൈഡ് എന്നാണ് പറയുക. അപ്പോൾ അതൊന്ന് ചേഞ്ച് ചെയ്യാറ് ഏകദേശം ഒരു 100 താഴെ നമുക്ക് അതിന് കോസ്റ്റ് വരുന്നുണ്ട്. പിന്നെ അതേപോലെ ബ്രേക്കിൻ്റെ ഒരു കംപ്ലൈൻറ്റ് പറഞ്ഞിട്ടുണ്ട്. അത് നമുക്ക് ലൈനർ നല്ലതാണെങ്കിലും ഈ കേബിൾ ടൈറ്റ് ആയേക്കാണ് ബ്രേക്കിൻ്റെ. അപ്പോൾ ഈ ബ്രേക്കിൻ്റെ കേബിൾ നമുക്ക് മാറ്റണം. അത് ലെഫ്റ്റ് ബ്രേക്ക് പിടിക്കുമ്പോൾ, ലെഫ്റ്റ് സൈഡിൽ ബ്രേക്ക് പിടിക്കുമ്പോൾ അപ്ലൈ ആവണ കേബിളുകളാണത്. അപ്പോൾ ഫ്രണ്ടിലേക്ക് ഒരു കേബിൾ കൊണ്ട് ബാക്കിലേക്ക് ഒരു കേബിൾ വരുന്നുണ്ട്. ആ കേബിളുകളാണ് നമുക്ക് മാറ്റേണ്ടി വരുന്നത് കേട്ടോ. അത് മാറ്റി റീസെറ്റ് ചെയ്യണം. പിന്നെ ക്ലച്ചിനകത്ത് നോക്കുമ്പോൾ വേറെ പറയത്തക്ക ഓയിലേക്ക് കാര്യങ്ങളൊന്നുമില്ല. ബെൽറ്റും ക്ലച്ച് ഷോക്ക് വർക്ക് ചെയ്തിട്ടുള്ള പൊടിയൊക്കെ ഉണ്ട്. അതൊക്കെ നല്ല രീതിയിലൊന്ന് നീറ്റായിട്ട് എയർ അടിച്ച് ക്ലീനാക്കി നമുക്ക് റീസെറ്റ് ചെയ്യാം. അതേപോലെ കിക്കർ വീലൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്തിടാം. ബാക്കിലത്തെ ടയറിൻ്റെ കണ്ടീഷനൊക്കെ നോക്കി. ടയറൊക്കെ പുതിയ ടയറാണ്. ഹബിനായാലും വേറെ പറയത്തക്ക കംപ്ലൈൻറ്റോ കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. പിന്നെ അതേപോലെ നമ്മളതിൻ്റെ എഞ്ചിൻ ഓയിൽ മാറുന്നുണ്ട്, ഓയിൽ ചേഞ്ച് കൂടുതൽ ചെയ്ത് വിടുന്നുണ്ട്. എഞ്ചിൻ ഹെഡിൻ്റെ ഭാഗം ചെക്ക് ചെയ്യുന്ന സമയത്ത് വേറെ ലീക്കേജോ കാര്യങ്ങളൊന്നുമില്ല. ബാറ്ററി 2025 ബാറ്ററി, പുതിയ ബാറ്ററി ഇരിക്കണം കേട്ടോ. പിന്നെ വേറൊരു ഇതായിട്ട് തോന്നുന്നത് നമുക്ക് ഇതിൻ്റെ ആക്സിലേറ്റർ കേബിളാണ്. ആക്സിലേറ്റർ കേബിൾ നോക്കുമ്പോൾ ഓവർ ഫ്രീ പ്ലേ ഇവിടെ കാണിക്കുന്നുണ്ട്. അതിനകത്ത് BS6 വണ്ടിക്കുള്ള പ്രത്യേകത എന്ന് വെച്ചാൽ 2 കേബിളുകളാണ് വരാം. ഇവിടെ നോക്കുമ്പോൾ അറിയാം, ഇവിടെ ഒരു കേബിളിൻ്റെ ഒരു ഗ്യാപ്പ് എടുക്കുന്നുണ്ട്. ഇവിടെ 2 കേബിളാണ് നമുക്ക് BS6 വരാം. അത് നോക്കുമ്പോൾ വന്ന് കണക്ഷൻ വരുന്നത് ഇവിടെയാണ്. ഇവിടെ നോക്കുമ്പോൾ 2 കേബിളുണ്ട്. പക്ഷേ ഇവിടെ നിന്ന് പറഞ്ഞാൽ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് ഇടയ്ക്ക്. ഇവിടെ നിന്ന് കട്ട് ചെയ്ത് കളഞ്ഞാൽ ഒരു കേബിളുമാണ് ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അത് കേബിള് കണക്ട് ചെയ്ത് സാധാരണ രീതിയിലേക്ക് ആക്കാനായിട്ട് ഉദ്ദേശിക്കേണ്ടി നോക്കിയിട്ടൊന്ന് പറയാം. ഞാനൊരു എസ്റ്റിമേറ്റ് പറയാം. നമുക്ക് 200 സംതിങ് ഒരു കേബിൾ ഏകദേശം ഒരു 260 രൂപ 280 രൂപ അടുത്ത് നമുക്കൊരു കേബിളിന് വന്നിട്ടുണ്ട്. അപ്പോൾ 2 കേബിൾ വരും. അപ്പോൾ 400 ചില്ലാൻ്റെ കേബിൾ വരും. പിന്നെ നമ്മളത് മാറ്റുന്നുണ്ടെങ്കിൽ മൊത്തത്തിൽ നമുക്ക് ബോഡി അഴിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഏകദേശം നമുക്ക് ഒരു 300 അടുത്ത് ലേബർ ചാർജ് അടക്കം വരും. അപ്പോൾ ഏകദേശം ഒരു 700-750 രൂപ നമുക്ക് ആക്സിലേറ്റർ കേബിളിന് മാത്രമായിട്ട് ചിലവ് വരും. അത് ചെയ്തിടണം നല്ലതാണ്. പറയാൻ കാരണം എന്ന് വെച്ചാൽ ഇവിടെ നോക്കുമ്പോൾ ഒരു കേബിൾ നിലവിലുള്ളൂ. ഇത് ത്രോട്ടിൽ സെൻസറുകളൊക്കെ ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്ന വണ്ടിയാണ്. അപ്പോൾ അതിൻ്റെ പൊസിഷൻ ഒരു കാരണവശാലും മാറാതിരിക്കാൻ വേണ്ടിയിട്ടാണ് 2 കേബിളുകൾ വെച്ചിട്ട് അതിനെ കൺട്രോൾ ചെയ്യണത് കേട്ടോ. അപ്പോൾ അത് ഒരെണ്ണം കട്ട് ചെയ്ത് കളഞ്ഞേക്കാണ്. അപ്പോൾ അത് സെറ്റ് ചെയ്യണതായിരിക്കും കുറച്ചുകൂടി നല്ലത്. അപ്പോൾ ഞാനത് കണ്ടപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് പറഞ്ഞു എന്നുള്ളൂ കേട്ടോ. ആ വീഡിയോ കണ്ടു കഴിയുമ്പോൾ നോക്കിയിട്ടൊന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഞാൻ ആക്സിലേറ്റർ കേബിൾ ചേഞ്ച് ചെയ്ത് വരുമ്പോൾ മൊത്തം എത്ര രൂപ ആവുന്നുള്ള രീതിയിൽ എസ്റ്റിമേറ്റ് ഞാൻ പറയാം. ഇത് നമ്മൾ അല്ലാതെ നമ്മൾ ഇപ്പോൾ നോർമൽ സർവീസിന് ചെയ്യുന്ന ഭാഗങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള എസ്റ്റിമേറ്റ് ഞാൻ ഇടാം. അപ്പോൾ വീഡിയോ കണ്ടതിന് ശേഷം നമ്മൾ പറയാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആക്സിലേറ്റർ കേബിളും കൂടി ഉൾപ്പെടുത്താം അതിനകത്ത്. ആക്സിലേറ്റർ കേബിളും കൂടി മാറ്റുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. പിന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഫ്രണ്ട് ബ്രേക്കിൻ്റെ ഭാഗം കൂടി നമ്മൾ അഴിക്കും. നമ്മളിപ്പോൾ ബാക്ക് വീൽ അഴിച്ചേക്കണതാണ്. അത് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഫ്രണ്ടും കൂടി അഴിച്ചിട്ട് ബ്രേക്ക് ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്യും. നമുക്ക് ഈ ഒരു കേബിളാണ് ഫ്രണ്ടിലേക്ക് വരുന്ന കേബിൾ മാറ്റേണ്ടി വരുന്നത് കേട്ടോ. അപ്പോൾ അത് ലെഫ്റ്റ് സൈഡ് ബ്രേക്ക് പിടിക്കുമ്പോൾ ഈ സൈഡും കൂടി അപ്ലൈ ആവുന്നുണ്ട്. അതുകൊണ്ടാണ് ആ കേബിൾ മാറ്റിയിടാൻ പറയുന്നത് കേസ്. കാരണം ടൈറ്റ് ഇത് തീരെ മോശം എന്ന് പറയാൻ പറ്റില്ല. ബാക്കിലത്തെ ഫുള്ള് പോയി, ഇതും കംപ്ലൈൻറ്റ് കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അഴിക്കുമ്പോൾ കൂട്ടത്തിൽ കൂടെ ഒരുമിച്ച് മാറ്റുന്നതായിരിക്കും ബെറ്റർ. അതുകൊണ്ടാണ് ജസ്റ്റ് പറഞ്ഞ് ഈ ലെഫ്റ്റ് സൈഡിലത്തെ 2 കേബിളുകൾ മാറ്റിയിടാൻ പറഞ്ഞതിൻ്റെ കേസ്. പിന്നെ ഫ്രണ്ട് ഫോർക്കിൻ്റെ ആക്ഷനൊക്കെ ചെക്ക് ചെയ്തു. നിലവിൽ വേറെ കുഴപ്പമൊന്നുമില്ല. ടയറിൽ കുറച്ച് എയർ കൂടുതലാണ്. അതിൻ്റേതായിട്ടുള്ളൊരു തെറിപ്പ് കാണിക്കുന്നത് വണ്ടി ഓടിക്കും.
പിന്നെ സ്പാർക്ക് പ്ലഗ് ഞാൻ പറഞ്ഞല്ലോ, എയർ ഫിൽറ്റർ മാറ്റുമ്പോൾ കൂട്ടത്തിൽ മാറ്റേണ്ട ഒരു പാർട്സാണ് ഈ പ്ലഗ് എന്നുള്ളത്. അതും കൂടി ഞാൻ എസ്റ്റിമേറ്റിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. ഇത്രയാണ് മെയിനായിട്ടുള്ളത്. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ആക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്ത് തരാം കേട്ടോ. വീഡിയോ കണ്ടു കഴിയുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടണം. അതിനകത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ദിവസം ആക്സിലേറ്റർ കേബിൾ മാറ്റാനായിട്ട് ഉദ്ദേശിച്ചിട്ട് അത് കൃത്യമായിട്ട് പറയാം. അപ്പോൾ അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് കൂടി ആഡ് ചെയ്തിട്ട് ടോട്ടൽ എസ്റ്റിമേറ്റ് നമ്മൾ പറയാം കേട്ടോ. വീഡിയോ കണ്ടു കഴിയുമ്പോൾ നോക്കിയിട്ട് എന്തെങ്കിലും ഒന്ന് റിപ്ലൈ ചെയ്യണേ. ഏകദേശം നമുക്കൊരു 7 മണിയൊക്കെ ആവും വർക്ക് കംപ്ലീറ്റ് ആയിട്ട് ഇറങ്ങുമ്പോഴത്തേക്കും. അപ്പോൾ നോക്കിയിട്ട് പരമാവധി നേരത്തെ ഒന്ന് കോൺടാക്റ്റ് ചെയ്യാം. ഓക്കെ.